മിഠായി തെരുവിൽ അദ്ദേഹത്തിന് ഇനിയും രുചികൾ കാത്തിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ണ്ട്. ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുമുണ്ട്, അദ്ദേഹത്തെ മാധ്യമ സംഘമുണ്ട്, പോലീസുണ്ട്, ഗവർണറുടെ തന്നെ സെക്യൂരിറ്റി സംഘമുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി സംഘത്തെ മുഴുവൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് മിഠായി തെരുവിനകത്ത് നിന്ന് അദ്ദേഹത്തെ കൈ കാണിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം കൈ ഉയർത്തിയ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ നഗരഹൃദയത്തിലൂടെ നടക്കുന്നു, മിഠായി തെരുവിലൂടെ തൊട്ടറിഞ്ഞ് നടക്കുന്നു. ഇവിടെയൊന്നും ഒരു പ്രതിഷേധവും കണ്ടില്ലല്ലോ എന്നായിരിക്കും ഇനി ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ പറയാൻ പോകുന്നത്. കാരണം മിഠായി തെരുവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോഴിക്കോട് എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ നഗരമാണ്, സാഹിത്യ നഗരമാണ്, സൗഹൃദത്തിന്റെ നഗരമാണ്, മിഠായിയുടെ നഗരമാണ്, ഹലുവയുടെ നഗരമാണ് എന്നുള്ളതാണ്. ഏത് തരത്തിൽ സംഘർഷമുണ്ടാകുന്ന ഘട്ടത്തിലും കോഴിക്കോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതിൻ്റെ മറ്റൊരു മാതൃക കൂടിയായി നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാനാകില്ലേ? മാത്രമല്ല നികേഷ്, ഈ അടുത്ത കാലത്ത് മറ്റൊരു അംഗീകാരം കൂടി കോഴിക്കോട് ഒരു ഖ്യാതി കൂടി കോഴിക്കോടിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവർണർ ആയാലും വളരെ സുരക്ഷിതമായി തന്നെ ഈ നഗരത്തിലൂടെ സഞ്ചരിക്കാമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു സുരക്ഷാ പ്രശ്നവും ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഈ നഗരത്തിൽ വരില്ല. കാരണം അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുപക്ഷെ ഈ നഗരവാസികൾ തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അടുത്ത് കിട്ടിയ കോഴിക്കോടിന് കിട്ടിയ അംഗീകാരവും അത് തന്നെയാണ്. വലിയ സുരക്ഷയുള്ള, ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള 10 നഗരങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തോട് ഈ കോഴിക്കോട് നഗരം ഒരു തരത്തിലും പ്രതിഷേധം കൃത്യമായൊരു പ്രതിഷേധം ഈ ഘട്ടത്തിൽ നടക്കാത്തതുകൊണ്ട് തന്നെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് അദ്ദേഹത്തോട് ഈ നാട്ടിലെ ആൾക്കാർക്ക് ഉണ്ടായിരിക്കുക. ഇപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഒരു വ്യാപാരിയെ ആലിംഗനം ചെയ്യുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കടയിലേക്ക് ആളുകൾ അദ്ദേഹത്തെ വിളിച്ച് കയറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കടയിലേക്ക് അദ്ദേഹം കയറുന്നു, ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് അദ്ദേഹം കയറുന്നു. അപ്പോൾ ഈ കടകളിലെ ആളുകളൊക്കെ അദ്ദേഹത്തെ വിളിച്ച് കയറ്റുകയാണ്. ഇതൊരു ഡ്രാമ ടൈപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം വരികയും കൃത്യമായി അദ്ദേഹത്തെ വിളിച്ച് കയറ്റുന്ന, അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള ആൾക്കൂട്ടത്തിലേക്കാണ് അദ്ദേഹം പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ ഒരു ആൾക്കൂട്ടത്തിനിടയിലാണ് അദ്ദേഹം ഉള്ളത്. ആ വസ്ത്രവ്യാപാര കേന്ദ്രത്തിനകത്ത് അദ്ദേഹം കയറിയിരിക്കുന്നു. ഇപ്പോൾ അതിനകത്താണ് അദ്ദേഹം ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ വ്യാപാര കേന്ദ്രത്തിന് പുറത്തേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. വീണ്ടും അദ്ദേഹം മുന്നോട്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം വളരെ പിന്നിലാണുള്ളത്. ഇനി ഇത് കടന്ന് മുന്നോട്ട് പോകേണ്ടി വരുമോ, അതോ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഈ മിഠായി തെരുവിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് കടന്നു വരുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ മിഠായി തെരുവിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ വലിയ സ്വീകരണം മിഠായി തെരുവിനകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ നഗരത്തിലെ വ്യാപാരികളൊക്കെ തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവര് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. മിഠായി തെരുവിന്റെ പകുതി ദൂരവും പിന്നിട്ടിരിക്കുന്നു, പകുതി ദൂരത്തിലധികം പിന്നിട്ടിരിക്കുന്നു. ഓരോ കടയിൽ നിന്നും ആളുകൾ അദ്ദേഹം ഇപ്പോൾ ആളുകളോട് സംസാരിക്കുന്നുണ്ട്. വരുന്ന ആളുകളോടൊക്കെ, അദ്ദേഹത്തോട് അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോടൊക്കെ അദ്ദേഹം വളരെ സൗഹൃദപരമായി തന്നെ സംവദിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. വളരെ സൗഹാർദ്ദപരമായി തന്നെയാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നത്. തിരിച്ചും അദ്ദേഹത്തോട് ഈ നഗരത്തിലെ ആളുകൾ വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്നു. അവർ നടന്നു പോകുന്ന വഴിയിൽ, ഗവർണർ നടന്നു പോകുന്ന വഴിയിലെല്ലാം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആളുകൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തോട് സ്നേഹപൂർണ്ണമായി സംവദിക്കുന്നുണ്ട്. ഓരോ കടയിലും കയറി അദ്ദേഹം സ്നേഹാന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു വസ്ത്രവ്യാപാര കേന്ദ്രത്തിലേക്ക് അദ്ദേഹം കയറിയിരിക്കുന്നു. അവിടുത്തെ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഈ രീതിയിൽ വലിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം കടന്നു പോകുന്ന വഴിയിലെല്ലാം വ്യാപാരികളെല്ലാം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും നമുക്ക് കാണാൻ സാധിക്കില്ല. ആളുകളൊക്കെ തന്നെ വളരെ
സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് ഇടപെടുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മിഠായി തെരുവിൻ്റെ പകുതി ദൂരത്തിലധികം അദ്ദേഹം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അദ്ദേഹത്തിന് മുന്നിലുണ്ടെങ്കിൽ കൂടി ആ സുരക്ഷയ്ക്കപ്പുറത്ത് അദ്ദേഹം ഇവിടെയുള്ള നഗരത്തിലെ കച്ചവടക്കാരോടും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ഈ സാധനങ്ങൾ വാങ്ങാൻ വന്ന നാട്ടുകാരോടുമൊക്കെ ഇടപെട്ടുകൊണ്ട് സംവദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആ കടയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറാണ് അദ്ദേഹത്തിനുള്ള സുരക്ഷയ്ക്ക് മുന്നിട്ട് നിൽക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ മുന്നിൽ തന്നെയുണ്ട്. കമ്മീഷണറുടെ ഉൾപ്പെടെ സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ കോഴിക്കോട് നോർത്ത് CP, സൗത്ത് ACP തുടങ്ങി പോലീസ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇതാ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ മിഠായി തെരുവിന്റെ ഏറ്റവും അറ്റത്തേക്ക് അദ്ദേഹം എത്തും. ഇപ്പോൾ അത് അവിടെ വീണ്ടും ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അവരോട് സംസാരിക്കുന്നു. അപ്പോൾ ആവശ്യത്തിന് ആ ഭാഗത്തെല്ലാം നിന്നുകൊണ്ട് ആളുകളോട് സംസാരിച്ചുകൊണ്ട് ആളുകളോട് ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തോട് ഒപ്പം നിന്ന് സെൽഫി എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തോട് ഇടപെട്ട് മുന്നോട്ട് പോകാൻ തന്നെ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നു. ഈ നീങ്ങുന്നതിനിടയിൽ ആളുകളോടൊക്കെ പെൺകുട്ടികൾ, സ്ത്രീകൾ എല്ലാവരോടും ഇപ്പോൾ ഒരു കുട്ടിയെ അദ്ദേഹം മുന്നോട്ട് വിളിച്ചിരിക്കുന്നു. പെൺകുട്ടി